അപ്പോൾ ഇന്ന് നമുക്ക് 2 ഫ്ലവേഴ്സാണ് ഇതുപോലെ വിരിഞ്ഞിട്ടുള്ളത്. ഒന്നിതാണ്, മറ്റൊരു ഫ്ലവർ ഇവിടെ കാണുന്നുണ്ട്. ഇനി വരും ദിവസങ്ങളൊക്കെ വിരിയാൻ വേണ്ടി ഇവിടെയൊക്കെ നമുക്ക് ഫ്ലവേഴ്സ് കാണുന്നുണ്ട്, മുട്ടുകൾ കാണുന്നുണ്ട്. ഇവിടെയൊക്കെ ഈ മുട്ടൊക്കെ അടുത്ത ദിവസങ്ങളിലൊക്കെ വിരിയേണ്ട മുട്ടുകളാണ്, ഇവിടെയൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇന്നിപ്പോൾ 2 മുട്ടുകൾ ഇതുപോലെ വിരിഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് ജസ്റ്റ് ഞാനൊരു ആർട്ടിഫിഷ്യലായിട്ട് എങ്ങനെ പോളിനേറ്റ് ചെയ്യാന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ബ്രഷുകളോ അല്ലെങ്കിൽ ചെറിയ ഈർക്കിലോ എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ കൊട്ടിക്കഴിഞ്ഞാൽ പൂമ്പൊടികൾ നമുക്ക് ഇതിലേക്ക് വീഴും. ഒരുപാട് പൂമ്പൊടികൾ ഇങ്ങനെ വീഴും. അപ്പോൾ ഇതിൽ നമുക്ക് പൂമ്പൊടികൾ ഇതിൽ കാണാം, ചെറിയ പൊടികൾ കാണാം. കാണുന്നുണ്ടോ എന്നറിയില്ല, ഇപ്പം പൂമ്പൊടികൾ കാണാം. അപ്പോൾ ഈ പൂമ്പൊടികൾ നമ്മളിങ്ങനെ ഒരു ബ്രഷിലേക്ക് ഇങ്ങനെ ജസ്റ്റ് എടുക്കുക. ജസ്റ്റ് ഇതേപോലെ എടുത്തിട്ട് നമ്മൾ ഈ ഒരു പാർട്ടിൽ നിക്ഷേപിച്ച് കൊടുത്താൽ മതി. ഇതിലേക്ക് ഇങ്ങനെ നിക്ഷേപിച്ച് കൊടുത്താൽ മതി. ഇങ്ങനെയാണ് നമ്മൾ ഈ ആർട്ടിഫിഷ്യലായിട്ട് പോളിനേറ്റ്. ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ ഇതുപോലെ ബ്രഷിൽ നമ്മൾ ഇതേപോലെ ടാപ്പ് ചെയ്തെടുത്തിട്ട് ജസ്റ്റ് അത് ആ ബ്രഷ് നമ്മൾ ഇവിടെ ഒന്ന് ടച്ച് ചെയ്ത് ഇങ്ങനെ ആ പൂമ്പൊടി അതിലേക്കൊന്ന് ജസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നമ്മൾ നടത്തുക. നോർമലി ഒരു കുറച്ച് സമയമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇതിൽ നൊക്ടേണൽ ആയിട്ടുള്ള പോളിനേറ്റേഴ്സ്, നാച്ചുറൽ പോളിനേറ്റേഴ്സ് വരും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നോർമലി ആ ഒരു പോളിനേഷൻ പ്രോസസ്സ് അവിടെ നടക്കും. ഇനി അല്ലെങ്കിൽ നമുക്ക് ഈ രീതിയിൽ നമുക്ക് പോളിനേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി കഴിയുന്നതാണ്. ഹെർമാഫ്രോഡിറ്റിക് ആയതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലാന്റിൽ ക്രോസ് പോളിനേഷൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. അപ്പം മിക്ക കേസിലും ഇതിൽ നൊക്ടേണൽ ആയിട്ടുള്ള പോളിനേറ്റേഴ്സ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. രാത്രി കാലങ്ങളിൽ പ്രധാനമായിട്ടും മോത്തുകൾ, നിശാശലഭങ്ങൾ, അതുപോലെ വവ്വാലുകളൊക്കെയാണ്, ചെറിയ വവ്വാലുകളൊക്കെയാണ് ഇതിനെ പോളിനേഷന് വേണ്ടി സഹായിക്കുന്നത്. അപ്പം ഈ മോത്തുകളൊക്കെ ഈ ആന്തറിൽ, അതായത് ഈ ഒരു മെയിൽ പാർട്ടിൽ വന്ന് പറ്റിപ്പിടിച്ച് അതിൻ്റെ ശരീരത്ത് മൊത്തം ആന്തർ പൂമ്പൊടികൾ പറ്റി അത് പിന്നീട് ഈ ഓവറിയുടെ, അതായത് ഈ സ്റ്റിഗ്മ എന്ന് പറയുന്ന ഭാഗത്ത് വന്നിരിക്കുമ്പോൾ ആ പൂമ്പൊടി ഓട്ടോമാറ്റിക്കായിട്ട് ഇതിലേക്ക് എത്തി. അങ്ങനെയാണ് പോളിനേഷൻ പ്രോസസ്സ് നടക്കുന്നത്. ഇനി നേരം വെളുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 8 മണി വരെയൊക്കെ ഇത് വിരിഞ്ഞിട്ടുണ്ടാവും. ആ സമയത്ത് പകല് അതിരാവിലെ തേനീച്ചകളൊക്കെ ഇതേപോലെ തന്നെ, തേനീച്ചകളും ചെറിയ പൂമ്പാറ്റകളൊക്കെ ഇതേപോലെ പോളിനേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പോളിനേഷൻ നടക്കുന്നത്. ഇനി ഈച്ചകളൊന്നും ഇല്ലാത്ത ഒരു കേസിൽ നമുക്ക് ആർട്ടിഫിഷ്യലായിട്ടും ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. കാക്ടസ് വിഭാഗത്തിൽപ്പെട്ട ഈ ഒരു പ്ലാന്റിൻ്റെ പൂക്കൾ നമ്മുടെ നിശാഗന്ധി അല്ലെങ്കിൽ അനന്തശയനം അതിൻ്റെയൊക്കെ പൂവിനോട് വളരെയധികം സാമ്യതയുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട് അഥവാ പിത്തായ ചെടികളുടെ സ്വദേശം എന്ന് പറയുന്നത് മെക്സിക്കോ, അതുപോലെ മധ്യ ദക്ഷിണ അമേരിക്കയാണ്. എങ്കിലും ഇപ്പോൾ ഇന്ത്യ, ചൈന, വിയറ്റ്നാം, മലേഷ്യ, ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ് തുടങ്ങിയ തെക്ക് ഏഷ്യൻ രാജ്യങ്ങളിലും ശ്രീലങ്ക, ശ്രീലങ്ക തുടങ്ങിയ ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലും ഇവ സുലഭമായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലൊക്കെ ഒരുപാട് സ്ഥലത്ത്, ഇന്ത്യയിൽ മാത്രമല്ല നമ്മുടെ കേരളത്തിലെ ഒരുപാട് സ്ഥലങ്ങൾ, കേരളത്തിലും കർണാടകത്തിലൊക്കെ ആയിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ വളരെ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യുന്നുണ്ട്. നമ്മുടെ ട്രോപ്പിക്കൽ കൺട്രീസിലുള്ള കാലാവസ്ഥ ഇതിന് വളരെ അനുയോജ്യമാണ്. ഇതിൻ്റെ പഴങ്ങൾ പറിച്ചതിന് ശേഷമുള്ള അതിൻ്റെ ആ ഒരു തണ്ടിൻ്റെ ഭാഗമാണ്, ഏതാണ്ട് ഒരു 3/4 മീറ്ററോളം നീളം വരുന്ന തണ്ടുകളാണ് നമ്മൾ ഇതിൻ്റെ പ്രൊപ്പഗേഷന് വേണ്ടി, അതായത് പുതിയ തൈകൾ നടാനായിട്ട് ഉപയോഗിക്കുക. പൂക്കൾ വിരിഞ്ഞ് ഫ്രൂട്ട് പറിച്ചതിന് ശേഷമുള്ള തണ്ടുകളാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ അങ്ങനെയുള്ള തണ്ടുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് 1.5 വർഷം കൊണ്ട് തന്നെ നമുക്ക് പുതിയ കായ്കൾ ലഭിക്കുന്നതാണ്. ഇപ്പോൾ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം.